അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കേരളത്തിൽ ഈയിടെയായി വർദ്ധിച്ചു വരുന്ന കൂട്ടക്കൊലപാതകങ്ങൾ മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യരെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് അഫ്സാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 5 പേരെ നിർദയം കൊന്നുകളഞ്ഞിട്ട് നിർവികാരനായി പോലീസിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കുറ്റമേറ്റു പറഞ്ഞത്രേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വന്തം ഉമ്മയോട് മനസ്സിന് വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും പറയരുത് എന്ന് പഠിപ്പിച്ച മതത്തിൽപ്പെട്ട ഒരാൾ ആ ഉമ്മയെ നിർദാക്ഷിണ്യം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആയുസ്സിൻ്റെ ബലം കൊണ്ട് ആ ഉമ്മ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ചെറുപ്പക്കാർ മാനസികാരോഗ്യം തകർന്നവരായി, കുറ്റവാളികളായി, കൊടും ക്രിമിനലുകളായി ഒരു വേള മാറിപ്പോകുന്നത്? നമുക്ക് പറയാനുണ്ടാവുക, ഡ്രഗ്സിന് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ വലിയ റോളുണ്ട് എന്നുള്ളതാണ്. അത് തെളിയിക്കപ്പെടേണ്ടതാണ്, അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. സമൂഹം ഒന്നടങ്കം കൈകോർത്തുകൊണ്ട് ആ സാമൂഹിക തിന്മയ്ക്കെതിരെ അണിനിരക്കേണ്ടതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ നാം ചിന്തിക്കേണ്ടുന്ന വളരെ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അത് നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിലും ചീത്ത രീതിയിലും സ്വാധീനിക്കുന്നു എന്നതുപോലെ നമ്മൾ ഉള്ളിലേക്ക് കൺസ്യൂം ചെയ്യപ്പെടുന്ന നമ്മുടെ എൻ്റർടൈൻമെൻറ്റുകളാകട്ടെ, അല്ലെങ്കിൽ സിനിമയാവട്ടെ, നാം കാണുന്ന വീഡിയോസ് ആകട്ടെ, എല്ലാം നമ്മുടെ മാനസിക നിലയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കുട്ടികളല്ലേ, അവരെ ആസ്വദിക്കുകയല്ലേ, എൻ്റർടൈൻമെൻ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികൾ കാണുന്ന പലതും അവരുടെ മാനസികാരോഗ്യത്തെ തകർക്കുന്നതാണ്. ഇവിടെ ഈ ചെറുപ്പക്കാരനെ എടുത്തു നോക്കൂ. ഈ ചെറുപ്പക്കാരൻ തന്നെ കുറ്റകൃത്യം നടത്തിയിട്ട് അതുകൊണ്ട് യാതൊരു മാനസികമായിട്ടുള്ള ചാഞ്ചല്യവും ഉണ്ടാകാത്ത അവസ്ഥയിലാണത്രേ പോലീസിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്തൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ വൈകാരികമായി ഒരു തരം നമ്പ്നെസ്, ഒരു മരവിപ്പ് അവർക്ക് ബാധിക്കുന്നത്? മറ്റുള്ളവർക്കുണ്ടാകുന്ന സങ്കടങ്ങളും അത്യാഹിതങ്ങളും അവർക്കുണ്ടാകുന്ന മരണങ്ങളും ദുരന്തങ്ങളുമൊക്കെ എന്നെ സ്വാധീനിക്കുകയില്ല, എനിക്കത് നോക്കേണ്ട കാര്യമില്ല, അതെൻ്റെ പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മുടെ ചെറുപ്പക്കാർ എങ്ങനെ മാറുന്നു എന്ന് വളരെ ഗൗരവകരമായി ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഡ്രഗ്സിനുള്ള പങ്ക് ചെറുതല്ല. ഡ്രഗ്സ് മനുഷ്യനെ തകർത്ത് കളയുന്നുണ്ട്. അവരുടെ ചിന്തകളെയും ബോധത്തെയും ചിന്തിക്കാനുള്ള കഴിവിനെയും റീസണിങ്ങിനെയും പ്രോബ്ലം സോൾവിങ് കഴിവുകളെയും ഒക്കെ ഡ്രഗ്സ് സ്വാധീനിക്കുന്നുണ്ട്. ആ ഡ്രഗ്സിനതിലുള്ള പങ്ക് നമ്മൾ ആരും നിഷേധിക്കുന്നില്ല. എന്നാൽ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ കുട്ടികൾ കാണുന്ന മൂവീസ് വയലൻസ് നിറഞ്ഞതാണ്. അവർ കളിക്കുന്ന ഗെയിംസ് വയലൻസ് നിറഞ്ഞതാണ്. പലപ്പോഴും എൻ്റർടൈൻമെൻറ്റിൻ്റെ പേരിൽ അവർ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ വിഭവങ്ങൾ പലപ്പോഴും പ്രതികാര നടപടികളെയും കൊലപാതകങ്ങളെയും ആക്രമണങ്ങളെയും ന്യായീകരിക്കുന്നതാണ്. ഇതൊക്കെ ജസ്റ്റിഫയബിളാണ് എന്നൊരു ചിന്ത പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായി ഇത്തരം സിനിമകളിലൂടെ സംവേദനം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഇനിയും മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ഭക്ഷണം കഴിക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് ഗുണകരമായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുള്ളതുപോലെ അവർ കാണുന്ന, അവർ മാനസികമായി കൺസ്യൂം ചെയ്യുന്ന വിഭവങ്ങളും അവരുടെ ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെ തകർത്ത് കളയുന്നതാകരുത് എന്ന ഒരു നിർബന്ധം കൂടി നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന കാര്യം നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നല്ലത് കണ്ട്, നല്ലത് വായിച്ച്, നല്ല ചിന്തകൾ മനസ്സിൽ വെച്ച് പുലർത്തി ചീത്ത കാര്യങ്ങളിൽ നിന്നും, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും, ചീത്ത സ്വഭാവങ്ങളിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന രക്ഷിതാക്കളായിരുന്നു മുൻഗാമികളായവർ. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന മക്കളായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇന്ന് രക്ഷിതാക്കളെക്കാൾ കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്നത് ഗാഡ്ജറ്റുകളായി മാറി. അവർ മണിക്കൂറുകളോളം കൺസ്യൂം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ അവരുടെ മനസ്സകങ്ങളിലേക്കും അവരുടെ തലച്ചോറിലേക്കും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചകളും വളരെ പ്രധാനമാണ്. അതിൽ രക്ഷിതാക്കളുടെ കണ്ണുണ്ടാവുക, നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ പ്രായോഗികമായുള്ളൂ.
അതോടൊപ്പം മോറൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്കിടയിൽ സർവത്ര സാധാരണമായിരിക്കണം. അവർക്ക് നന്മയുടെ മൂല്യങ്ങളുടെ പാഠങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കണം. ബന്ധങ്ങളുടെ വിലകൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കണം. ഇവിടെ ഈ ഒരു ചെറുപ്പക്കാരൻ തന്നെ തൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകളെയാണ് കൊലപ്പെടുത്തിയത്. എന്നിട്ട് നിർവികാരനായി നിർദയം അത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയിട്ട് നിസ്സംഗനായിട്ട് ഒരു ഭാവഭേദവുമില്ലാത്ത മുഖത്തോടുകൂടെ പോലീസിന് മുന്നിൽ സന്നിഹിതനാവുക എന്നൊക്കെ പറയുമ്പോൾ വലിയ അത്ഭുതമാണ് നമുക്ക് തോന്നുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ അടുത്ത ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ, ഒരു ദയയുമില്ലാത്ത കൊലപാതകങ്ങൾ, അത്തരം കൊലപാതകങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ യാതൊരു മനോവിഭ്രാന്തിയോ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമൊന്നും ഇല്ലാത്ത മനസ്സുമായി പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മുടെ യുവാക്കളുടെ മാനസികാരോഗ്യം തകർന്നുകൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയുടെ മാനസികാരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സൂചനയാണ് ഇതൊക്കെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമൂഹം ഒന്നടങ്കം, മീഡിയ ഉൾപ്പെടെ, സർക്കാർ ഉൾപ്പെടെ, സമൂഹത്തിലെ നാനാജാതി മതസ്ഥരുൾപ്പെടെ സഗൗരവം പരിഗണിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലവരായി സമൂഹത്തിനും രാജ്യത്തിനും ഗുണകരമായ രീതിയിൽ വളരണം. അതിനുള്ള സാഹചര്യങ്ങൾ ഇനിയും ഇവിടെ സൃഷ്ടിക്കപ്പെടണം. ലഹരികളുടെയും എല്ലാ തരത്തിലുള്ള ചീത്ത ഉപയോഗങ്ങളുടെയും വസ്തുക്കളുടെയും അഡിക്ഷനുകളിൽ നമ്മുടെ മക്കൾ മോചിതരാകണം. അതിനു വേണ്ടിയുള്ള ഗൗരവകരമായ ഇടപെടലുകൾ എല്ലാവരിൽ നിന്നും ഉണ്ടാകട്ടെ. കൂട്ടായ പരിശ്രമങ്ങൾ തീർച്ചയായും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.